എല്ലാ ഭൂകമ്പങ്ങളും യഥാർത്ഥ ഭൂകമ്പങ്ങൾ ആകണമെന്നില്ലെന്ന കണ്ടെത്തലുമായി പുതിയ പഠനം. രഹസ്യ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ ഭൂകമ്പങ്ങളായി തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാമെന്നാണ് കണ്ടെത്തിയത്. ബുള്ളറ്റിൻ ഓഫ് ദി സീസ്മോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്ക പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ. സ്വാഭാവിക ഭൂകമ്പ സംഭവങ്ങളും രഹസ്യ ആണവ സ്ഫോടനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠനത്തിലുണ്ട്. ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾക്ക് സ്വാഭാവിക ഭൂകമ്പങ്ങളുടേതിന് സമാനമായ ഭൂകമ്പ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിനാൽ അവ കണ്ടെത്തുന്നത് പ്രയാസകരമാണ്. ഭൂകമ്പ നിരീക്ഷണ സാങ്കേതിക വിദ്യകളിലെ പുരോഗതിയും ലേഖനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്ഫോടനത്തിന്റെയും ഭൂകമ്പത്തിന്റെയും ഓവർലാപ്പ് ചെയ്യുന്ന തരംഗരൂപങ്ങൾ സ്ഫോടനത്തെ തിരിച്ചറിയാനുള്ള ഡിജിറ്റൽ സിഗ്നൽ ഡിറ്റക്ടറുകളുടെ കഴിവിനെ പോലും അവ്യക്തമാക്കുന്നു. സ്വാഭാവിക ഭൂകമ്പം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്ഫോടനങ്ങളെ മറയ്ക്കാനുള്ള സാധ്യത ശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ 20 വർഷത്തിനിടെ 6 ആണവ പരീക്ഷണങ്ങൾ നടത്തിയെന്നാണ് കരുതുന്നത്. ഉത്തര കൊറിയയിലെ പ്രാദേശിക ഭൂകമ്പ നിരീക്ഷണ ഉപകരണങ്ങൾ ഇതോടെ വർദ്ധിച്ചിട്ടുണ്ട്. പരീക്ഷണ സ്ഥലങ്ങളുടെ സമീപത്ത് ചെറിയ തീവ്രതയിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ചലനങ്ങൾ ഒരു പരീക്ഷണ സ്ഥലത്തെ ഭൂഗർഭ സ്ഫോടനത്തിൽ നിന്നുള്ള സിഗ്നലുകൾ കണ്ടെത്താനുള്ള സാധ്യതയായി മാറുന്നു. സ്ഫോടനങ്ങളെ മറയ്ക്കാനുള്ള സാധ്യത കൃത്യമായി കണ്ടെത്തുന്നതും പ്രയാസമാണ്. വളരെ കുറച്ച് സ്ഫോടനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നതാണ് ഇതിന് കാരണം. സ്ഫോടന സിഗ്നലുകളും സ്വാഭാവിക ഭൂകമ്പ സിഗ്നലുകളും ഒരുപോലെ രേഖപ്പെടുത്തുന്ന ഡാറ്റാ സെറ്റുകൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.